അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഓരോ സംഘടനകളെ അവനവന്റെ സംഘടനയാണ് ഏറ്റവും വലുതെന്ന് നമ്മൾ വിശ്വസിക്കുകയും മറ്റുള്ളതൊക്കെ വളരെ മോശമാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലുകള്, അത് സ്വന്തത്തിൽ നിന്ന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുകയും വളരെ മോശമായിക്കൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തുകയും ആദർശം പറയുക എന്നത് അതിനപ്പുറമായിക്കൊണ്ട് ആദർശവിരുദ്ധമായിക്കൊണ്ട് പല വാക്കുകളും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. 2 വീഡിയോ ചുഴലി അബ്ദുള്ള മൗലവി പറഞ്ഞ ഒരു പരാമർശം, അത് മുൻപ് ഇവരുടെ പല മുസ്ലിയാക്കന്മാരും ഉസ്താക്കന്മാരും പറഞ്ഞ ആ കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ശൈലിയിൽ അത് ഒന്ന് ചില ആളുകളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തപ്പോൾ ഒന്ന് വൈറലായിട്ടുണ്ട്. എന്നാൽ CM ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. CM പിന്നെ പറഞ്ഞത് ഇങ്ങനെയൊന്നുമല്ല, വഹാബികളോട് യുദ്ധം ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അവിടെ അനുഭവസ്ഥൻ പറയുന്നതാണ്, നമുക്ക് വിശ്വസിക്കാലോ അല്ലെ. CMന്റെ മൊത്തം വിശ്വസിച്ച കേട്ടോ കാണി. ഉസ്താദെ, നമ്മൾ എന്ത് ചെയ്യണം ആ പള്ളി മദ്രസയിൽ നമുക്ക് കിട്ടാൻ വേണ്ടി എന്ന് CM വലിയുള്ളാനോട് ചോദിച്ചപ്പോൾ CM വലിയുള്ള കടന്നെടുത്തുനിന്ന് ഇതങ്ങ് കേട്ടപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റങ്ങ് ഇരുന്ന് എന്നോട് നേരിട്ട് പറഞ്ഞു. പിന്നെ കണ്ണിൽ കണ്ട പല വേർഡുകളും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നില്ല. ബിദ്അത്തുകാരാകുന്ന ജമാഅത്ത് ഇസ്ലാമിനെയും മുജാഹിദിനെയും എല്ലാമാണോ നിങ്ങൾ മിഹ്റാബിൽ കയറ്റിയിരുത്തുന്നത് എന്ന് ഉള്ള ഒരു സൂചനയായിട്ട് വേറെ ചില വേർഡുകൾ മഹാനവറുകൾ എന്നോട് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. എന്നിട്ട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, ശക്തമായിട്ട് എന്നോട് പറഞ്ഞു, വാളുകൊണ്ട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു, ഭയങ്കര ശക്തമായിട്ട്. നമ്മൾ അങ്ങനെ പേടിച്ച് നിൽക്കുക. അങ്ങനെ പോകാം അല്ലേ, പോകാം എന്നിങ്ങനെ 2-3 വട്ടം പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടുന്ന് വേഗം സലാം ചൊല്ലി ഇനി പോരുകയും ചെയ്തു. അന്ന് എത്രാം ക്ലാസ്സിലായിരുന്നു? അന്ന് ഞാൻ 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലെല്ലാം അവിടെയാണല്ലോ പഠിച്ചത്. അപ്പൊ ഏതോ വേറെ ഏതാ ഉസ്താദ് അറിയപ്പെട്ട സക്കാഫിമാരെങ്കിലും ഉസ്താദിന്റെ കൂടെ ഷരീക്കന്മാരായിട്ട്? ചുള്ളിക്കോട് സക്കാഫി നമ്മൾ ഒന്നിച്ചേ പഠിച്ചതാണ്. മുജാഹിദുകളോട് യുദ്ധം ചെയ്യണം എന്നാ പറഞ്ഞത്. ഇവിടെ ഇത്രയും പ്രകോപനപരമായ ഒരു വാക്ക് അയാൾ അന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം അതാണ്. മറ്റൊരു കാര്യമുള്ളത്, വേറെ ചില വാക്കുകളൊക്കെ പറഞ്ഞു. അതൊന്നും ഇവിടെ പറയില്ല. അവിടെ പറയാൻ പറ്റാത്ത അത്രയും മോശമായ വാക്കുകൾ പറഞ്ഞാലാണ് ഇവർ ഔലിയക്കാക്ക എന്നുള്ളത്. അത് മറ്റൊരു കാര്യം. ഇത് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇയാളും ഇതുപോലെ ഈ വർഗീയത പറയുന്ന വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ജാതി മത അങ്ങനെയല്ല കേട്ടോ. ഇത് സ്വന്തത്തിലുള്ള ആളുകളെ അവർക്ക് വേണ്ടിയിട്ട് അന്ധമായിട്ട് പിന്തുണ കൊടുക്കുക, അവർ തെറ്റ് ചെയ്താലും ആ തെറ്റിനെ ന്യായീകരിക്കുക, അതൊക്കെയാണ് വർഗീയതയായിട്ടുള്ളത്. അപ്പോ ആ ഒരു വർഗീയത ഇയാളും പറഞ്ഞിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് ആ ഒരു കാര്യം അറിയിക്കാൻ മടവൂർ കാഫിലക്കാരൻ ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ തോണ്ടി പുറത്തേക്ക് ഇടുമ്പോൾ നമുക്കത് ഇങ്ങനെ കാണിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇട്ടതാണ്. ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ പ്രഭാഷണം ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്, കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതില് ഖൽവത്തിലിരുന്നു കൊണ്ട് എന്നെ 1000 തവണ ഒരാൾ വിളിച്ചാൽ അത് വാക്കൂടാ ഉത്തരം ചെയ്യും എന്നാ പറഞ്ഞത്. ഖൽവത്തിൽ എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്ത ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലത്തിനാണ് ഖൽവത്ത് എന്ന് പറയുക. അപ്പൊ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ ഖൽവത്ത് ഉണ്ടാവുക? അപ്പൊ ലൈറ്റം ഓഫാക്കുമ്പോൾ ഓരോരുത്തരും ഖൽവത്തിലായി മാറും. അങ്ങനെയാണ്. അല്ലെങ്കിൽ സ്വന്തമായിട്ടാണ് അത് ചൊല്ലേണ്ടത്. വാതിലടച്ചിരുന്നത്. വാതിലടച്ചില്ലെങ്കിലും ഖൽവത്ത് ഉണ്ടാകാൻ വേണ്ടിയാണ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഖൽവത്തിലായി മാറുന്നത്. ആ കുത്തുബിയത്താണ് നമ്മുടെ മഹല്ലിലെ മുസ്ലിമീങ്ങളുടെ വീടുകളിൽ ലൈറ്റ് ഓഫ് ആക്കി ഇരുട്ടത്തിരുന്ന് 1000 പ്രാവശ്യം യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പേര് അപകടമാണ്. 300 കൊല്ലം മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് കാര്യപ്പെട്ടുണ്ടാക്കിയ ഒരു പാട്ട്, ആ പാട്ടിന് പറഞ്ഞ അടിസ്ഥാനത്തിൽ മാത്രം 1000 പ്രാവശ്യം ശൈഖിനെ വിളിക്കാൻ എന്താ സഹോദരന്മാരെ നമുക്ക് വകുപ്പുള്ളത്? കുത്തുബിയത്തിലാ പറഞ്ഞത് ശൈഖിനെ വിളിക്കണം. വമൻ യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൻ ലിവഫതിഹി അജബ്തുഹു മുസ്ലിഅ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ. ഒറ്റക്കിരുന്ന് ശ്രദ്ധ മുഴുവൻ ശൈഖിലേക്കാക്കി ഉത്തരം കിട്ടുന്നു ഉറപ്പിച്ചുകൊണ്ട് 1000 പ്രാവശ്യം എന്റെ പേര് വിളിച്ചാൽ എത്രയും വേഗം ഞാൻ ഉത്തരം ചെയ്യാം.
നിബന്ധന എന്താ? ഒന്ന് ഒറ്റക്ക് കാജം ഒറ്റക്ക് നിന്ന് 1000 പ്രാവശ്യം വിളിക്കാം. ഇന്ന് ഒറ്റ കുത്തുബേത്ത് ഒറ്റക്കല്ല, കുത്തുബേത്ത് ഒറ്റക്കില്ലല്ലോ. ഞങ്ങളൊക്കെ പോയ കാലത്ത് കുത്തുബേത്ത് 4 ആളാ പോകുക മിനിമം. എന്താ ഒരാൾ 250 വിളിച്ചാൽ മതി. ഒരാൾക്ക് 250 വിളിയപ്പോൾ 4 ആൾക്ക് 1000, ചിലപ്പോൾ 10 ആൾ പോകും, 100 വിളി. കുത്തുബേത്ത് പറഞ്ഞത് ഒറ്റക്ക് നിന്ന് 1000 പ്രാവശ്യം വിളിക്കണം എന്ന്. ഒറ്റക്ക് ഒരു സ്ഥാനം വിളിക്കുക. കുത്തുബേത്തിനോട് സ്ഥാനം വിളിച്ച പുസ്തകങ്ങൾ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു നോക്കിയാൽ കഴിയൂരാളെ. പിന്നെ ലൈറ്റ് ഓഫ് ആക്കാൻ പിന്നെ എത്ര ആൾ അറിയില്ലല്ലോ. ലൈറ്റാണ് ഓഫാക്കിയാൽ ഒറ്റയ്ക്കാണോ അല്ല അറിയില്ലല്ലോ. ശ്രദ്ധ മുഴുവൻ ശൈഖിലേക്കാക്കണം. ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിക്കണം. 1000 പ്രാവശ്യം വിളിക്കണം. പക്ഷേ വിളിക്കുന്നതിന് മുമ്പ് 12 റക്അത്ത് നിസ്കരിക്കണം. ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും എല്ലാ റക്അത്തിലും ഓതി താഴ്മയോടുകൂടി 12 റക്അത്ത് നിസ്കരിച്ചിട്ട് വേണം ശൈഖിനെ വിളിക്കാൻ. മൊയ്തീൻ ശൈഖിനെ വിളിക്കാൻ 12 റക്അത്ത് നിസ്കാരം ആരാ പഠിപ്പിച്ചത്? റസൂൽ പഠിപ്പിച്ചല്ലാന്ന് ഉറപ്പല്ലേ. നബിതങ്ങളുടെ കാലം കഴിഞ്ഞ് 460 കൊല്ലം കഴിഞ്ഞിട്ടാണ് മൊയ്തീൻ ശൈഖ് ജനിക്കുന്നത്. നബിതങ്ങളുടെ കാലം കഴിഞ്ഞ് 1100 കൊല്ലം കഴിഞ്ഞിട്ടാണ് കുതുബിയത്തുണ്ടാകുന്നത്. നബിയുടെ കാലം കഴിഞ്ഞ് 1100 കൊല്ലം കഴിഞ്ഞിട്ടാണ് കുതുബിയത്തുണ്ടാകുന്നത്. അപ്പൊ നബി അന്ന് പഠിപ്പിക്കോ? 11 നൂറ്റാണ്ട് കഴിഞ്ഞാൽ ഒരു കുത്തുബിയത്തുണ്ടാകാണ്ട് അത് ചൊല്ലാനുള്ള നിസ്കാരമാണിത് എന്ന് നബി അന്ന് പഠിപ്പിച്ചു പോകുമോ? അതോ അന്ന് പഠിപ്പിക്കാത്ത നിസ്കാരം പിന്നെ എന്തുണ്ടാവോ? എന്നിട്ട് 12 റക്അത്ത് അതും നിസ്കരിക്കൂല. 6 ആൾ വന്നാൽ 2 നിസ്കരിക്കും. അപ്പൊ 12 ആയല്ലോ. 4 ആൾ വന്നാൽ 4 ആൾ 2, 2 ആൾ പിന്നെ 4 വാർ നിസ്കരിക്കും. അങ്ങനെ 12 ആക്കും. ഞങ്ങളൊക്കെ കുത്തുബിയത്തെല്ലാം പോയി കാലത്ത് അങ്ങനെ. ഇപ്പൊ എന്താ വേണം? അങ്ങനെ 12 റക്അത്ത് നിസ്കരിച്ച് 1000 പ്രാവശ്യം ശൈഖിനെ വിളിച്ചാൽ അത് വേഗം ഞാൻ ഉത്തരം ചെയ്യാം. അവന്റെ ദഅവത്ത്, അവന്റെ ദുആ കാരണമായിട്ട് ഞാൻ ഉത്തരം ചെയ്യാം. അതുകൊണ്ട് അവൻ വിളിക്കട്ടെ, യാ അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീനി. സഹോദരന്മാരെ, വലിയ അപകടത്തിലാണ് ഉമ്മത്തുള്ളത്. അല്ലാഹു റസൂൽ പഠിപ്പിച്ച ദീനും ഇതും തമ്മിൽ എന്ത് ബന്ധമുണ്ട്? നബി തങ്ങൾ ജീവിച്ചിരുന്ന കാലത്തോ നബി തങ്ങൾ വഫാത്തിന് ശേഷമോ ഏതെങ്കിലും സഹാബി അങ്ങനെ വീട്ടിൽ വെച്ചിട്ട് 1000 പ്രാവശ്യമോ 100 പ്രാവശ്യമോ 10 പ്രാവശ്യമോ അങ്ങനെ വിളിച്ച വല്ല വകുപ്പുണ്ടോ? ഇന്നുണ്ടോ? അത് ഇല്ലല്ലോ. ഒരു 1000 പ്രാവശ്യം മൊയ്തീൻ ശൈഖിനെ വിളിക്കുമ്പോൾ റസൂലുള്ളാഹിയെ 5000 വട്ടം വിളിക്കണ്ടേ? അതുണ്ടോ? ഇല്ലല്ലോ. നബിയെ വിളിക്കാൻ ഒരു കുത്തുബിയത്തുണ്ടോ ഇവിടെ? ഇല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിക്കാൻ, ഉമർ ഖത്താബിനെ വിളിക്കാൻ, ഉസ്മാൻ അഫ്ഫാനെ വിളിക്കാൻ ഒന്നുമില്ല. പിന്നെ എവിടെ നിന്നൊക്കെ ഉണ്ടായത്? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സ്വഹാബത്ത് നബിയിൽ പഠിച്ച ദീനും നമ്മുടെ നാട്ടിലെ ദീനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. കുറ്റപ്പെടുത്തല്ല, നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാം. ഇവിടെ ത്വരീഖത്ത്, തസവുഫ്, അശ്അരി, മാതുരീദി, ഷാഫി എന്നൊക്കെ പറയാന്നല്ലാതെ ഇതിലൊന്നും യാതൊരു ബന്ധമില്ലാത്ത ശുദ്ധമായ ശിയായിസമാണ് ഈ ത്വരീഖത്തിന്റെ മറവിൽ ഈ സമുദായത്തിൽ പ്രചരിച്ചത്. ഇല്ലാത്ത നിസ്കാരം, ഇല്ലാത്ത നോമ്പും, ഇല്ലാത്ത ദിക്റും, ഇല്ലാത്ത സ്വലാത്തും, ഇല്ലാത്ത ഒരുപാട് ഇബാദത്തുകൾ ഉള്ളതിനൊന്നും ആവേശമില്ല. ഒരു സമസ്തക്കാരൻ തഖ്വ കൂടിയാൽ 5 പള്ളിക്ക് നിസ്കരിക്കാൻ പറ്റില്ല ചെയ്യാം. സമസ്തക്കാരാണ് ഈമാൻ കൂടിയാൽ തഖ്വ കൂടി എന്താ ചെയ്യാ? തിങ്കളാഴ്ച വേഴ്ച നോമ്പ് ഒഴിക്കോ? 5 പള്ളിക്ക് വരുമോ? അതില്ല. വാങ്ങാൻ പോയിട്ട് അവരും കെട്ടി നേരെ മമ്പുറത്തേക്ക്. അതാ വാണ് തഖ്വ. ഒരു ടവല് കെട്ടി നേരെ പോകും വ്യാഴാഴ്ച മമ്പുറത്തെ സ്ഥലത്തിന്. അങ്ങനെ ഓരോ സ്ഥലത്ത് അന്വേഷിക്കുക, സിയാറത്ത് ടൂറിന് ഇങ്ങനെ പോകുകയെന്നല്ലാതെ 5 പള്ളിയിൽ വന്ന് 1-ാമത്തെ സോഫിലെത്തി കൃത്യമായി നിസ്കരിച്ച് ദിക്റും സ്വലാത്ത് കൃത്യമായി ചെയ്ത് തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പോറ്റ് അങ്ങനെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ അത് തഖ്വയാണ്, സമ്മതിക്കാം. ഇതല്ല. പിന്നെ വല്ല മാലയും പിടിച്ച് വലിയ 2 മോതലിട്ട് ഒരു ടബലും കെട്ടി പിന്നെ പുറത്തമിട്ട പോയാൽ പിന്നെ പച്ച തോട് മേലെ. അപ്പം എല്ലാമായി. ഇത് സഹോദരന്മാരെ ഇവിടെ ഒരുപാട് വ്യാജന്മാർക്ക് കയറി വരാൻ അവസരം ഒരുക്കി. അതാണ് ഇവിടെ നൂറ ഹബീബും നൂറ ജമീറും ആറ്റക്കോയും എല്ലാ സൈസും ഇവിടെ വന്നത് അതിൻ്റെ മറവിലാണ്. വലിസുന്നൂർ ഒരു ഭാഗത്ത്, മഹലറ വേറൊരു ഭാഗത്ത്, കുത്തുബിയത്തൊരു ഭാഗത്ത്, ഈ പാട്ടും ബെയ്ത്തൊരു ഭാഗത്ത്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പള്ളിയാർക്കും വേണ്ട, ദീനാർക്കും വേണ്ട, ഖുർആൻ പഠിക്കാൻ ആരുമില്ല, ഹദീസ് പഠിക്കാൻ ആരുമില്ല. ഈ നാട്ടിലേക്ക് മഹലിലൊക്കെ മനുഷ്യന്മാർ ചോദിക്കുക ഖുർആന്റെ എത്ര ആയത്തിൽ ഓതാൻ അറിയാം? പലർക്കും അറിയില്ല. ഹദീസ് എന്താണെന്നറിയോ? അറിയില്ല. കുറ്റപ്പെടുത്തല്ല, ഒരു യാഥാർത്ഥ്യമാണ്. ഹദീസുകൾ എന്താന്ന് പോലും അറിയാത്ത, ഒരു ഹദീസ് പോലും ജീവിതത്തിൽ പഠിച്ചിട്ടില്ലാത്ത അവസ്ഥയിലേക്ക് ഉമ്മത്ത് തരം താഴ്ന്നു പോയതിന് ആരാ ഉത്തരവാദി? പള്ളി നിസ്കരിക്കാൻ മനുഷ്യന്മാരെ കിട്ടുന്നില്ല, ആളില്ല. ദർസില്ലേ? ആളില്ല. ദർസ് പൂട്ടി പെരി പോയാൽ ആ മുദരിസ് അവിടെ പള്ളി പോലും ചോദിച്ചു ഉണ്ടാവില്ല. ദർസ് ഉണ്ടെങ്കിൽ ഉസ്താദ് കുട്ടികളൊക്കെ പള്ളിക്ക് ഉണ്ട്. വ്യാഴാഴ്ച നാട്ടുകാർ പോയാൽ വെള്ളിയാഴ്ച സുബഹിക്ക് ഉസ്താദ് നാട്ടിൽ പോയി നോക്കുക, അവിടെ സുബഹിസ്കരിക്കാൻ ഉസ്താദ് പള്ളിക്ക് ഉണ്ടാവില്ല. ഇത് ഇവിടെ ഏർപ്പാടാണ്. നല്ല വേഷം കെട്ടി ഇറങ്ങുമ്പോൾ കാണുക കേൾക്കുമ്പോഴൊക്കെ വലിയ ഉത്സാഹം. അതുപോലെ മൊത്തം അടിച്ചാക്ഷേപിക്കുന്നല്ല അങ്ങനെ വിചാരിക്കേണ്ട. പക്ഷേ ദീനുമായുള്ള ബന്ധം അങ്ങേയറ്റം കുറഞ്ഞു പോകുന്നുണ്ട്. ഖുർആനുമായുള്ള ബന്ധമില്ല, ഹദീസുമായി ബന്ധമില്ല. അത് പഠിക്കണം, പഠിപ്പിക്കണം എന്ന പ്ലാനില്ല. നാട്ടുകാർക്ക് ദീന് പകർന്നു കൊടുക്കണം, ഖുർആൻ പഠിപ്പിക്കണം, ഹദീസ് പഠിപ്പിക്കണം എന്ന ഒന്നില്ല. ഖുർആൻ ക്ലാസ് 15 സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഖുർആൻ ക്ലാസ് പേരേ ഉള്ളൂ. അവിടെയും ഈ ഖുർആൻ പറഞ്ഞു ഒരു ആയത്തോടെ ഊതേക്കും, പിന്നെ കുറേ കഥ പറയാം, കുറേ കറാമത്ത് കഥ, കുറേ മഹാനവറുകളും കുറേ കഥ പറഞ്ഞിട്ട് മനുഷ്യന്മാരാകെ ബേജാറാക്കി പോലെ പൈസ വാങ്ങാന്നല്ലാതെ വേറെന്തുള്ളത്?
ഒരു മഹലിന് വ്യവസ്ഥാപനമായി പ്ലാൻ ചെയ്താൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും? ആ നാട്ടിലെ ഓരോ മനുഷ്യന്മാരും സ്വർഗത്ത് കൊണ്ടുപോകണമെന്ന് ഒരു മഹല്ല് കമ്മിറ്റി പ്ലാൻ ചെയ്താൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും? നമ്മുടെ മഹലിലെ ഒരാളും അറിഞ്ഞുകൊണ്ട് നരകത്തിൽ പോണ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ദീന് പഠിപ്പിക്കുക, എല്ലാവർക്കും സ്വർഗം കിട്ടണമെന്ന് ഒരു മഹല്ല് കമ്മിറ്റി തീരുമാനത്തോക്കട്ടെ. എന്തെല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റും? അങ്ങനത്തെ പ്ലാനൊന്നുമില്ല. ഇത് എങ്ങനെ ഒരിക്കലും ഇനി പൈസ ഉണ്ടാക്കാൻ പറ്റുക, എങ്ങനെ ഒരു പൈസ വാങ്ങാൻ പറ്റുക, ഇതാണ് ആകാലം. വയലൊക്കെ എന്തിനാ? ധനശേഖരണാർത്ഥം. അതിന് വയലൊക്കെ വയലും സംഘടിപ്പിക്കുക തന്നെ, പറയാൻ പോകുക തന്നെ. വേറെന്താ? വയലും പറയാൻ പോകുന്നതിനാ ഒരു മാനമാർഗം. സംഘാടകൻ എന്തിനാ? അങ്ങനെ ഒരു പൈസക്ക് അത്യാവശ്യമുണ്ട് എന്നൊരു വയലൊക്കെ. ദ്വാര സമ്മേളനം എന്തിനാ? പൈസ ഉണ്ടാക്കാൻ. ഒക്കെ എന്തായിട്ട് ദ്വാര സമ്മേളനം ഉണ്ട് തുടങ്ങിയ വെച്ചാൽ ഞാനാ 97 തുടങ്ങിയതെന്തിനാ? അന്ന് SKSF കമ്മിറ്റി മൈക്ക് സെറ്റ് വാങ്ങി. SKSF-ഉം MSF-ഉം കൂടെ സംയുക്തമായിട്ട് ഒരു മൈക്ക് സെറ്റ് 18,000 രൂപ അന്ന് ചെലവായിരുന്നു. പൗതി ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. MSF പൈസ KMCC-ക്കാർ കൊടുത്തു. അവിടുന്ന് SKSF വിട്ടാക്കി പൈസ ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ ആകെ എടുക്കുക. എന്താ ചെയ്യുക? അപ്പം ആരോ അഭിപ്രായം പറഞ്ഞു, ഇപ്പം ഇങ്ങനെ ദ്വാസമ്മ എന്നുള്ള ഏർപ്പാട് ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അത് തരക്കില്ലെന്ന അഭിപ്രായമുണ്ട്, നമ്മൾ നടത്തി നോക്കിയാലോ ചോദിച്ചു. ഇപ്പോൾ നടത്തി നോക്കാറ്. അങ്ങനെ ഞങ്ങൾ അവിടെ അന്ന് ദ്വാസമ്മേളനം നടത്തി. അങ്ങനെ ദ്വാസമ്മേളനം നടത്തി ഇതിന് കൊടുക്കാതെ പൈസയും കിട്ടി. അത് കഴിച്ച വലിയ സംഖ്യ ബാക്കിയായി. അങ്ങനെ സ്വസംഘം പിരിച്ചുള്ള യോഗം വിളിച്ചപ്പോൾ പറഞ്ഞു, എടാ ഇത് തരക്കില്ലല്ലോ, നമ്മൾ എല്ലാ കൊല്ലം നടത്തിയാലോ ചോദിച്ചു. എന്നാൽ എല്ലാ കൊല്ലം നടത്തുക. പിന്നെ അവിടുന്ന് എല്ലാ കൊല്ലമായി. അല്ല നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാർക്ക് എപ്പോഴെ ഒരു ദ്വാരന് ഉത്തരം കിട്ടിയിട്ട് സ്വർഗത്ത് പോയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ പരിപാടി എന്ന് ആലോചിച്ചപ്പോഴല്ല എന്നാ ദ്വാര സമ്മേളനം വെക്കാന്ന് പ്ലാൻ ചെയ്തത്. സഹോദരന്മാരെ, ദീന് മൊത്തം കച്ചവടമായി മാറി. മുൻഗാമികൾ മതത്തിൻ്റെ കാര്യത്തിൽ വലിയ ഗൗരവം കാണിച്ചിരുന്നു.